ഇക്കാക്ക ഒരു 5 മണിയായപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 9:30 മണിയായപ്പോഴാണ് ഞാൻ എണീറ്റത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാക്ക പോയ അപ്പം തന്നെ എനിക്ക് കിടന്നുറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ. തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്നിട്ടാണ് ഞാൻ ഉറങ്ങി നേരം വിളിപ്പിച്ചെടുത്തത്. അങ്ങനെ ഇതാ രാവിലെ ചായ കാച്ചിയ പാത്രമൊക്കെ ബേസിലുണ്ടായിരുന്നു. അത് വേഗം കഴുകി വെച്ചിട്ട് ഐനൂസിനുള്ള കട്ടൻ ചായ കാച്ചാൻ വേണ്ടി വെക്കാം കേട്ടോ. ഐനൂസിന് മാത്രമല്ല എനിക്കും കൂടി ചായ കാച്ചുന്നുണ്ട്. ഞാൻ രാവിലെ ചായ കുടിച്ചതാണ്. ഒരു 4:30 മണിയായപ്പോഴത്തേക്കും ചായ കുടിച്ചതാണ്. അപ്പോൾ എനിക്ക് രാവിലെ എണീറ്റപ്പോൾ വീണ്ടും ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ എന്തായാലും ഞാൻ ചായ കാച്ചാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിനൂസ് കാര്യമായിട്ട് എന്തോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ എണീറ്റപ്പോൾ എന്നോട് ചോദിച്ചിട്ടോ എന്തേ ഇക്കാക്കാന്ന്. അപ്പോൾ ഇക്കാക്കാനെ കാണാണ്ടായപ്പോൾ തന്നെ ആൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഇതാ അവൾക്ക് ചായ കാച്ചാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ നേരെ ബ്രഷൊക്കെ ചെയ്യുക കേട്ടോ. ഉറങ്ങി എണീറ്റിട്ട് ഒരു വായിലൊക്കെ ഒരു അങ്ങനെ ഇതാ എല്ലാം ബ്രഷ് ചെയ്ത് ചായയും കുടിച്ച് പിന്നെ അലക്കാനുള്ള തുണികൾ മിഷ്യത്തിലോട്ട് ഇടാമെന്ന് വിചാരിച്ചു. എല്ലാം അലക്കി കയറ്റിയിട്ട് വേണം എനിക്കിനി വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഹാളിലോട്ട് വന്നിട്ട് ഹാളൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടോ. ഹാള് മുതൽ അടുക്കള വരെ അടിച്ച് വാരി തുടച്ചിട്ടിട്ട് ഞാൻ നേരെ റൂമിലോട്ടാണ് കേട്ടോ വന്നത്. റൂമിൽ വന്നിട്ട് ഞാനിതാ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ തലയണ ഉറകളൊക്കെ മാറ്റുന്നുണ്ട്. ഇനി ഞാൻ പായ വിരിച്ചിട്ടാട്ടോ പോകുന്നത്. ഇനി വന്നിട്ട് ഞാൻ പുതിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിക്കുള്ളൂ. അപ്പോൾ ഈ ബെഡ്ഷീറ്റൊക്കെ കഴുകാനിട്ടിട്ട് വേണം ഇനി അടുത്ത ബെഡ്ഷീറ്റ് ഇനി വന്നിട്ടേ ഞാൻ വിരിക്കുള്ളൂ. തലയണയൊക്കെ പൊടി കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും അതിന് ദിവസം കൂടി വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ എൻ്റെ വീടെത്തിയിട്ടുണ്ട്. വീടെത്തി റൂമിലോട്ട് കയറുമ്പോൾ തന്നെ എന്താ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ നമ്മളെ റൂമിലോട്ട് കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് ഉണ്ടാവില്ലേ, അത് തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയുള്ള വീഡിയോസൊക്കെ എൻ്റെ വീട്ടിലുള്ളതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ, സീ യു.